കോൺഗ്രസിനെ വീണ്ടും വെട്ടിലാക്കി ശശി തരൂർ. മാതൃകാപരമായ സേവന ജീവിതം നയിച്ച രാഷ്ട്രതന്ത്രജ്ഞനാണ് LK അദ്വാനിയെന്ന് ശശി തരൂർ എക്സിൽ കുറിച്ചു. ആധുനിക ഇന്ത്യയുടെ പാത രൂപപ്പെടുത്തുന്നതിൽ അദ്വാനി വഹിച്ച പങ്ക് മായാത്തതാണ്. അദ്വാനിയുടെ 98ാം ജന്മദിനത്തിലായിരുന്നു തരൂരിന്റെ പുകഴ്ത്തൽ. തൗഫീഖ് അസ്ലം ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. തൗഫീഖ്, ഒരാളുടെ പിറന്നാൾ ദിനത്തിൽ ഇത്തരത്തിലുള്ള ആശംസകളൊക്കെ പറയുന്നത് സ്വാഭാവികമാണ്. പക്ഷെ പറഞ്ഞിരിക്കുന്നത് ശശി തരൂരാണ്. പല കാരണങ്ങൾ കൊണ്ട് ഇതിനു മുമ്പും തുറന്നു പറച്ചിലൂടെ പാർട്ടിയെ വെട്ടിലാക്കിയ ഒരാളാണ്, നേതാവാണ്. ഇതെങ്ങനെയാണ് കോൺഗ്രസ് നേതൃത്വം കാണുന്നത്? തരൂരിന്റെ ഈ ആശംസകൾക്ക് പിന്നാലെ വലിയ വിമർശനവുമായി കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. LK അദ്വാനിയുടെ 98ാം ജന്മദിനത്തിലാണ് ശശി തരൂർ അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ടിപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. പ്രധാനമായും അദ്ദേഹത്തിന്റെ ട്വീറ്റിൽ പറയുന്നത് ആധുനിക ഇന്ത്യയുടെ പാത രൂപപ്പെടുത്തുന്നതിൽ അദ്വാനി വഹിച്ച പങ്ക് മായാത്തതാണ്. അതോടൊപ്പം തന്നെ മാതൃകാപരമായ സേവന ജീവിതം നയിച്ച രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് അദ്വാനി എന്നുകൂടി തരൂർ തന്റെ ഈ ട്വീറ്റിലൂടെ പറയുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് കോൺഗ്രസ് നേതാക്കൾ വലിയ രീതിയിലുള്ള വിമർശനവുമായിട്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. തരൂരിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഇത്തരമൊരു പുകഴ്ത്തൽ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ള ട്വീറ്റുകളാണ് തരൂരിന് മറുപടിയായിട്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള സഞ്ജയ് ഹെഡ്ജിയുടെ ഒരു മറുപടിയാണ്. തരൂരിന്റെ ഈ ട്വീറ്റ് ഷെയർ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇതിന് തരൂരിന് മറുപടി നൽകിയിരിക്കുന്നത്. കാരണം രാജ്യത്ത് വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും വിത്തുകൾ അഴിച്ചുവിട്ട BJP നേതാവിനെതിരെയാണ് തരൂർ ഇത്തരം ഒരു പരാമർശം നടത്തിയത്. ആ നേതാവിനെ വെള്ളപൂശാനുള്ള ശ്രമമാണ് തരൂരിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടായത്. ഇതൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നുവെന്നാണ് ഈ സഞ്ജയ് ഹെഡ്ജ ഇപ്പോൾ ഈ എക്സിലൂടെ തരൂരിന് മറുപടി നൽകിയിരിക്കുന്നത്. അതിന് തരൂർ നൽകിയ മറുപടി ഈ നേരത്തെ പറഞ്ഞതുപോലെ ചില കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളോട് വെച്ചൊരു ഉപമിക്കലാണ് തരൂരിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടായത്. കോൺഗ്രസിന്റെ മറ്റു ചില നേതാക്കൾ കൂടി വിമർശനവുമായിട്ട് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ വിമർശനം വന്നതിന് പിന്നാലെ തരൂരിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ ജന്മദിനത്തിൽ തരൂർ നേർന്ന ഒരു ആശംസയിലാണ് ഇത്തരത്തിൽ രണ്ട് കാര്യങ്ങൾ തരൂരിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് വന്നിരിക്കുന്നത്. അതിപ്പോൾ BJP നേതാക്കൾ വലിയ രീതിയിലുള്ള ആഘോഷമാക്കുന്നുണ്ട്. ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ തരൂരിന് ട്വീറ്റ് വലിയ പ്രാധാന്യത്തോടെ നൽകുകയുമാണ് ചെയ്തിരിക്കുന്നത്.